ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡീനിയം ചെടികളുടെ ഏപ്രിൽ മെയ് മാസത്തെ കെയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 38-40 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. നല്ല ചൂടുകാലമാണ്. ഇതാണ് അഡീനിയം ചെടികൾക്ക് പൂക്കളുണ്ടാകാൻ ഏറ്റവും പറ്റിയ സമയം. 7-8 മണിക്കൂർ സമയം നല്ല വെയിൽ കിട്ടുമ്പോഴാണ് അഡീനിയം ചെടികൾ നിറയെ പൂക്കളുണ്ടാകുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ പൂക്കളുണ്ടാകുവാനായി ചെടികളുടെ ചുവട്ടിൽ വളങ്ങൾ ഇട്ട് കൊടുക്കുക. പൂക്കളുണ്ടാകുവാനുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായി പൂക്കളുണ്ടാകും. പിന്നെ പൂക്കളുണ്ടാകുവാൻ ഏറ്റവും പറ്റിയ വളം NPK 19-19-19 ആണ്. ഇതും ചെടികൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുത്താൽ പൂക്കൾ ധാരാളമായി ഉണ്ടാകും. ജൈവവളങ്ങളെക്കാൾ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന രാസവളങ്ങൾ കൊടുത്താലാണ്. പൊട്ടാഷ്യം, യൂറിയ തുടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ നന്നായി പൂക്കളുണ്ടാകും. പൊട്ടാഷ്യം യൂറിയയും ചേർന്ന വളങ്ങൾ ഒരു വലിയ സ്പൂണിലെടുത്ത് അത് ചെടികളുടെ സൈഡിൽ ചേർത്ത് ഇട്ട് കൊടുക്കുക. ചുവട് ചേർത്ത് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികൾക്ക് നല്ല വേനലിലായാലും അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര വെയിലത്ത് വെച്ചാലും ഇവയുടെ ഇലകളൊന്നും പൊള്ളിപ്പോവുകയില്ല. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മേൽഭാഗം ഉണങ്ങിയിരുന്നാലും അടിഭാഗത്ത് വെള്ളമൊക്കെ കാണും. പിന്നെ കോഡക്സിലും വെള്ളം ഉള്ളത് കൊണ്ട് ഇവയ്ക്ക് കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല. അഡീനിയം ചെടികൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്താണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങളുണ്ടാവുകയും അവയിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യും. അഡീനിയം ചെടികൾ നീണ്ടു വളർന്നു പോകുന്നതിനേക്കാൾ നല്ലത് പൊക്കം കുറഞ്ഞ് നല്ല ബുഷായി നിൽക്കുന്നതാണ്. കാണുവാനും ഭംഗി, ധാരാളം പൂക്കൾ ഉണ്ടാകുവാനും നല്ലത്. അഡീനിയം ചെടികൾക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ പൂക്കളുണ്ടാകുന്നത് കുറയും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അഡീനിയം ചെടികൾ മരുഭൂമിയിൽ വളരുന്നവയായതുകൊണ്ട് വെള്ളം ഒരിക്കലും പോട്ടിൽ നിൽക്കുവാൻ പാടില്ല. നല്ല ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. വെള്ളം നന്നായി വാർന്നു പോകുന്നവയായിരിക്കണം. വെള്ളം കുറച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ. അത് നന്നായി വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ധാരാളമായി പൂക്കളുണ്ടാകുന്നവയാണ് അഡീനിയം ചെടികൾ. അഡീനിയം ചെടികളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.